ഹലോ ഗായ്സ്, ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം ഫസ്റ്റ് കയറുന്നത് കാഷ്വാലിറ്റിയിലാണ്. ഇപ്പം അതിൻ്റെ പേര് മാറ്റി നാബ് വന്നതിന് ശേഷം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും, ED, ER എന്ന് പറയും. ഞങ്ങളൊക്കെ ER എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പലരുടെയും തറവാടായിരുന്നു ചില സമയത്ത്. അങ്ങനെ വർക്ക് ചെയ്ത സമയത്ത് അങ്ങനെ ഞങ്ങൾ ഷോർട്ട് ഫോം ഓരോ ഇതിന് വിടും. MISന് തറവാട്, അതുപോലെ തന്നെ ERനും തറവാട് എപ്പോഴും കിട്ടുന്ന ആൾക്കാർക്ക് അങ്ങനെ ഞങ്ങൾ പറയുമായിരുന്നു. ഇപ്പം ERൽ പല സൈനുണ്ട്. ഗ്രീൻ സൈനുണ്ട്, യെല്ലോ സൈനുണ്ട്, റെഡ് സൈനുണ്ട്. നീ ഇപ്പം ഈ കിടക്കുന്നത് ഗ്രീൻ സൈന് എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന ആ സൈനിലാണ് നീ കിടക്കുന്നത്. അത് ബെഡ് നമ്പർ ഏതോ ED എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഷോർട്ട് ഫോം ED 6 9 എങ്ങാണ്ട. സെൽഫി എടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇപ്പം ഞാൻ തന്നിരിക്കുന്നത്. വേണം ഞാൻ ജസ്റ്റ് കേൾപ്പിക്കാം. ED 6 രണ്ട് കണ്ടോണം. ED 6. എൻ്റെ മരണവാർത്ത കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്നവരോട്, നിങ്ങളുടെ വീട്ടിലുള്ളവർ സുഖത്തിൽ സുഖായല്ല ഖായാണ്, ദുഃഖം അതുപോലുള്ള കായ് ഖായ് ഖങ്ങ പഠിച്ചിട്ടുണ്ടോ മോളെ? അതിനകത്ത് അക്ഷരമാല. സുഖത്തിൽ തന്നെ ആണോ കഴിയുന്നതെന്ന് കൂടി അന്വേഷിക്കുന്നത് നല്ലതാണ്. നല്ലത് ചന്ദ്രക്കല വേണ്ടായോ? അറിയത്തില്ല, പോട്ടെ, ധൃതിയിലിട്ടതാണെന്ന് വിചാരിക്കാം. അപ്പം എന്നാലും അവിടെ ഫോൺ ഇങ്ങനെ പ്രോമാക്സ് എടുത്ത് കാണിക്കണം. ഇപ്പം എങ്ങനെ തല തട്ടം വന്നു, പറുത വന്നു, ഒന്നും പ്രശ്നമില്ല. ശരി, അത് പോട്ടെ. ഇപ്പം ഈ പറഞ്ഞ പോയിൻ്റ് നിന്നെപ്പോലല്ല ഈ ലോകത്തുള്ള ബാക്കിയുള്ള ജനങ്ങളുടെ വീട്ടിലുള്ളവർ ജീവിക്കുന്ന രീതി. അവർ ഹണി ട്രാപ്പ് ചെയ്യുന്നില്ല, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കുന്നില്ല, ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുന്നില്ല, ഒരു സ്ത്രീകളെക്കുറിച്ചും ആവശ്യമില്ലാത്ത ചീത്ത കളിക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിന്നെപ്പോലെ ഒരു ഫ്രോഡ് തരവും അവരാരും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരെ നീയുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. ഒരു പോയിൻ്റ്. ഇനി അടുത്തത്, 8 മണിക്കൂർ മുമ്പ് ലൈവ് വന്നായിരുന്നു ചേച്ചി. ആണോ? അങ്ങനാണെങ്കിൽ എന്തിനാ പിന്നെ എൻ്റെ കാല് മുറിച്ച് മാറ്റേണ്ടി വരും, ഞാൻ അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? 3 കിലോമീറ്ററേ ഉള്ളൂ. ഇതുപോലെ സീരിയസ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയും ഒരിക്കലും ഡിസ്ചാർജ് വാങ്ങിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ വിടത്തില്ല. കുറഞ്ഞത് 2-3 ആഴ്ചയെങ്കിലും ICU കിടക്കും. ഇതിപ്പോൾ നീ കിടക്കുന്ന ICU അല്ല, കാഷ്വാലിറ്റിയാണ്. നിനക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാഷ്വാലിറ്റി. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് 24/7 എന്നൊക്കെ പറഞ്ഞ് പരസ്യമുണ്ടല്ലോ ഹോസ്പിറ്റൽ. ആ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് മണിക്കൂർ, ഒരു 13 മണിക്കൂർ മുമ്പ് മഴയത്ത് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 14 മണിക്കൂർ മുമ്പ് വിഷമം കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ മരണം കാത്തിരിക്കുന്നവർക്ക് അത് വിഷമിപ്പിക്കുന്നതിന് പഴയ റീൽസ് എല്ലാം എടുത്ത് റീപോസ്റ്റ് ചെയ്യുന്നുമുണ്ട് പുള്ളിക്കാരി. കൊട വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തത്. അതൊരു 3 മണിക്കൂറായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ ഒരു റീൽസ്, ശ്രീകൃഷ്ണനെ വരച്ചതും ആ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള റീൽസ്.
എന്തേ മോളെ ഇപ്പോൾ റീച്ചൊന്നും ഇല്ലേ? ഒരു എമർജൻസിയാ, അത് ശരിക്കും ജെനുവിനാ എന്ന് തോന്നുക. മറ്റുള്ളവർക്ക് എങ്കിലും ഒന്ന് മനസ്സിലാകുന്ന രീതിയിലൊന്ന് അഭിനയിച്ചുകൂടെയോ? ഇതതുപോലും ഇല്ല. അങ്ങനെയെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സത്യമാണെങ്കിൽ പോലും ആൾക്കാർ നിൻ്റെ കൂടെ സപ്പോർട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ നീ ഈ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അങ്ങേയറ്റത്തെ ബോറ് പരിപാടിയാണ്. വയ്യാന്ന് പറയുന്നുണ്ട്. വയ്യ അഴിക ഉണ്ടെങ്കിൽ പോലും ഞാൻ മാറി നിൽക്കും, എനിക്ക് കുഴപ്പമില്ല, ഡിസ്ചാർജ് വാങ്ങിപ്പോവാം. അപ്പം അതെന്ത് വയ്യാഴിക? എന്ത് തരത്തിലുള്ള വയ്യാഴിക? അതിപ്പോൾ അത്ര സീരിയസ് അല്ലാഞ്ഞിട്ടല്ലേ നിനക്ക് പോകാൻ പറ്റുന്നത്? സീരിയസ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സോ മാനേജേഴ്സോ ആരും, HR പോലും സമ്മതിക്കത്തില്ല ഹോസ്പിറ്റലിൽ പോകാൻ. പ്രത്യേകിച്ച് നേഴ്സുമാർ വിടത്തില്ല. അപ്പോൾ ഇങ്ങനെ കള്ളത്തരം കാണിക്കാതെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് കാണിക്കും. അല്ലാതെ നിൽക്കുമ്പം ആശുപത്രിയിൽ പോയി കിടക്കുന്നു, പെട്ടെന്ന് തിരിച്ചു വരുന്നു, അതിൻ്റെ റീൽസ് ഇടുന്നു, പഴയത് റീപോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും വകവച്ച് തരത്തില്ല. അതേ പറയാനുള്ളൂ. ആരും വകവച്ച് തരത്തില്ല, അതിൻ്റെ ഒരു ആക്കുന്നില്ല. അപ്പം കാര്യം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ERൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. ഇപ്പം മിക്ക ഹോസ്പിറ്റലും മൾട്ടി സ്പെഷ്യാലിറ്റി ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഹോസ്പിറ്റലുകളിലുണ്ട് ഗ്രീൻ സൈന്, യെല്ലോ സൈന്, റെഡ് സൈന്. അതിൽ ഗ്രീനിലാണ് ജസ്റ്റിൻ സലീം കിടക്കുന്നത്. ER എന്നാണ് വരുന്നത് പെട്ടെന്ന്. ER എന്നാണ് ഞങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ED ബെഡ് നമ്പർ 6 ഗ്രീൻ സൈന്. അതിനർത്ഥം എന്ന് വെച്ചാൽ അത്ര മേജർ സിക്നസ് ഇല്ല, സിക്കല്ല എന്നാണ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.